ഇന്നലെ എന്റെ അമ്മ, അതായത് എന്റെ അളിയന്റെ അമ്മ എന്റെ വീഡിയോസ് എല്ലാം അൺഎക്സ്പെക്ടഡ് കണ്ടു. പ്രായമുള്ള ആളാണ്. അപ്പൊ അത് ആള് പേടിച്ച്. അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെ എല്ലാ വിഡ്ഢികളെന്നും കാര്യങ്ങളെല്ലാം വിളിക്കുന്നു. പോലീസ് കൊണ്ടുപോപ്പൂ, നിന്റെ തല്ലോടപ്പൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ പറയുന്ന 95% ആൾക്കാർക്കും ആ ഒരു ഭയമാണ്. അതായത് നമ്മൾ ജോലിക്കെടുത്ത ആൾക്കാരെ നമ്മൾ ഭയം നിൽക്കുന്ന അവസ്ഥ. നമ്മുടെ വീട് നന്നാക്കാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വരാൻ വേണ്ടി, നമ്മുടെ ഭാവി തലമുറക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പേരെ എലക്ട് ചെയ്തെടുത്തു. അതിനുശേഷം അവരെ നമ്മൾ പേടിക്കുന്നു. അവരെന്ത് ചെയ്താലും നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല. അപ്പൊ ഒരിക്കലും എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ കാര്യം, ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ 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 നല്ല രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകും. കാരണം 2021 ഞാൻ ഒരു ദീർഘവീക്ഷണത്തോടെ കണ്ടതാണ് ഇന്നിപ്പോ 2026 ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നിപ്പോ രാവിലെ വന്നൊരു റിപ്പോർട്ടാണിത്. കൊച്ചി ഓക്കെ, സ്വന്തം നാടാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ. കേരളം, കൊച്ചിയല്ല, ഈ പറയുന്ന ഇന്ത്യ മുഴുവനായി കഴിഞ്ഞു. ഇപ്പൊ കൊച്ചി പ്രസന്റ്ലി കൊച്ചിയിലും ഈ പറയുന്ന എയർ ക്വാളിറ്റി വളരെ വളരെ കൂടി. അതിന് എനിക്ക് ഈ പറയുന്ന ഇൻഡെക്സ് മാറ്ററോ ഈ പറയുന്ന നമ്പറൊന്നും വേണ്ട, ജസ്റ്റ് മൂക്ക് മതി. ഞാൻ ഒരു യോഗി ആയതുകൊണ്ട് തന്നെ എന്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഷാർപ്പാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്യുമ്പോഴോ ടേസ്റ്റ് ചെയ്യുമ്പോഴോ എല്ലാം അറിയാൻ പറ്റും സറൗണ്ടിങ്സ് ഉള്ള പൊല്യൂട്ടൻസിനെല്ലാം. അതോടൊപ്പം തന്നെ എനിക്ക് മൊബൈൽ ഫോണിൽ ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് നോക്കാൻ പറ്റില്ല. പക്ഷെ സൂര്യനെ എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെ നോക്കിക്കാൻ പറ്റും. എത്ര കത്തി നിൽക്കുന്ന സൂര്യനാണെങ്കിലും എനിക്ക് നോക്കിക്കാൻ പറ്റും. അപ്പൊ പക്ഷെ മൊബൈൽ ഫോൺ പറ്റില്ല. അതാണ് ഈ പറയുന്ന ഫോൺ റേഡിയേഷൻ ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ഞാൻ എന്റെ ആ റിസർച്ച് വഴിയായിട്ട് പഠിച്ചത്. അപ്പൊ ഈ പറയുന്ന കൊച്ചി ആണെങ്കിലും ഇനി ഇന്ത്യ ആണെങ്കിലും ഈ പറയുന്ന വേൾഡ് ആണെങ്കിലും പൊല്യൂഷൻ ഇല്ലാതാക്കണമെങ്കിൽ റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും എന്റെ ഒരു തലയും കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഇന്ത്യ എന്നുള്ള മഹാരാജ്യം പ്യൂർ ആവൂ. ഓക്കെ, അത് ഏറ്റവും അൾട്ടിമേറ്റ് ഉള്ള കാര്യം തന്നെയാണ്. കാരണം എന്റെ ഇന്റർവെൻഷൻ വേണം. അത് ഇന്നു മുതലേ തുടങ്ങിയല്ല, ഇപ്പൊ 10-25 വർഷമായി ഇതിന്റെ കാര്യങ്ങളെല്ലാം കരിക്കുളം നീക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ കുഞ്ഞിന്റെ നെഞ്ച് ഇന്നലെ ഒന്ന് പോറി കീറിയതായിരുന്നു. ഓക്കെ, അതായത് ഒരു ചെറിയൊരു ഇതിൽ കൊണ്ട് പോറി കീറിയതാ. വീട്ടിലെല്ലാവരും മൂഡ് ഓഫ് ആയി, കാര്യങ്ങളായി. ജസ്റ്റ് 2 ദിവസം കൊണ്ട് ഹീലാവുന്ന ഈ ചെറിയൊരു മുറിവ്. പക്ഷെ അവന്റെ ഇന്റേണൽ ഓർഗൻസും അവന്റെ ഭാവി തലമുറയോ അല്ലെങ്കിൽ അവന്റെ ആ ഒരു ലൈഫ്, ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ ഇല്ലാതാക്കുന്ന കാര്യം ഇവർക്കാർക്കും അറിയില്ല. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫോൺ റേഡിയേഷൻ ആണെങ്കിലും ഇതെല്ലാം ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, നമ്മുടെ ഈ ക്യാൻസറും കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ പറയുന്ന പ്രാണവായുവിൽ വിഷം, കുടിക്കുന്ന വെള്ളത്തിൽ വിഷം, കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം, അതോടൊപ്പം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കയറ്റുന്നു. മീഡിയസ് വഴി നിപ്പയെന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ പേടിപ്പിക്കുന്നു, വിഡ്ഢികളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ചിക്കൻ ഗുനിയനെ, മലേറിയൻ, ഡെങ്കിപ്പനിനെ ആ കുതിരയൊന്നും കളയുന്നില്ല. കാണാത്തൊരു സാധനത്തെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മീഡിയസ് വഴി. അതോടൊപ്പം തന്നെ എയർ പൊല്യൂഷൻ എന്താന്ന് പോലും അറിയില്ല. ഇനി ഇന്ത്യയിലോ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള എല്ലാവിധ ഫ്ലാറ്റുകാരാണെങ്കിലും വില്ല പ്രൊജക്ട് ആണെങ്കിലും എല്ലാം നില്ലാവും. അതായത് ബുദ്ധിയുള്ള ആൾക്കാർ ആരും ഫ്ലാറ്റ് മേടിക്കില്ല. കാരണം എയർ പൊല്യൂഷന്റെ പീക്ക് ഏറ്റവും ഉള്ളത് ഈ പൊക്കത്ത് തന്നെയാണ്. കൊച്ചി എല്ലാം കംപ്ലീറ്റ്ലി അതുപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഏതൊരു ഫ്ലാറ്റ് ആണെങ്കിലും, എത്ര കോടിയുടെ ഫ്ലാറ്റ് ആണെങ്കിലും, ഇപ്പൊ ഡൽഹിയിലെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ കൊച്ചിയിലും ബിസിനസ് ഡള്ളാവും. അതോടൊപ്പം തന്നെ ബിസിനസ് ഡള്ളാവണ്ട, പണമെല്ലാം ഓൾറെഡി പോയി. കാരണം അത് കഴിഞ്ഞ ദിവസം ആ ഏഷ്യൻ ന്യൂസിന്റെ ആ ഒരു 2050 എന്നുള്ള ആ ഒരു ബ്രോഡ്കാസ്റ്റിനെ അവർ കാണിച്ചു, ക്യാഷ് നോ. അപ്പൊ ഇതെല്ലാം പയ്യനെ നിങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് അവർ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഫ്യൂച്ചർ. പക്ഷെ ഈ പറയുന്ന വിഡ്ഢികളായ മീഡിയസിനും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും ഇവിടുത്തെ ജുഡീഷ്യനും ഒരു രണ്ടാമത്തെ പ്ലാൻ അറിയില്ല. രണ്ടാമത്തെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.